So dear students, +1 computer applications, second chapter. നമ്മൾ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടറുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച് കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. ഔട്ട്പുട്ട് ഡിവൈസിലൂടെയാണ് കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യുന്ന ഇൻഫർമേഷൻ യൂസറിലേക്ക് കൊടുക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട്. ഒന്ന് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയും, രണ്ട് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയും. നമ്മൾ കണ്ട സ്ക്രീനിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കണ്ടു, വേറൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും പഴയ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് പോയി പുതിയ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് വരും. അല്ലെങ്കിൽ ഒരു വേർഡിൽ ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടു, ആ റിപ്പോർട്ട് മാറി മറ്റൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അവിടെ വേറെ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ടെമ്പററി ആയിട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണാൻ സാധിക്കുന്ന ചില ഡിവൈസുകൾ, അങ്ങനെയുള്ള ഡിവൈസുകൾക്ക് പറയുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പറിൽ പ്രിന്റ് എടുത്തു വിചാരിക്കുക. ആ പ്രിന്റ് നമുക്ക് കാലാകാലത്തോളം ഉപയോഗിക്കാൻ പറ്റും. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. അങ്ങനെ പെർമനന്റ് ആയിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെ നമ്മൾ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്നാണ് പറയുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകളുണ്ട് ഓർക്കുക, സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളും ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളും. നമ്മൾ ആദ്യമായിട്ട് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിലെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിനെ പറ്റിയാണ് കാണാൻ പോകുന്നത്. ഈ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ മോണിറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഡിവൈസാണ്. ഇതിൽ പല തരത്തിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ടി വി, കുറച്ച് പുറകോട്ടൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ടി വി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, അതിനുള്ളൊരു പിക്ചർ ട്യൂബ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും ബൾക്കി ആയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾക്ക് പറയുന്ന പേര് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയും. ഇപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകളാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീനുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ നമുക്ക് LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ സ്ക്രീനുകളുണ്ട്, LED സ്ക്രീനുകൾ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സ്ക്രീനുകളുണ്ട്. അതുപോലെ തന്നെ TFT മോണിറ്റേഴ്സ്, തിൻ ഫിലിം ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന TFT മോണിറ്ററുകളുണ്ട്. പിന്നെ ഗ്യാസ് പ്ലാസ്മ പാനലുകളുണ്ട്. അപ്പം ഇങ്ങനെ വിവിധ തരത്തിലുള്ള വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ. നമുക്ക് ഈ ഏത് ഡിസ്പ്ലേ യൂണിറ്റ് ആണെങ്കിലും, ഏത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണെങ്കിലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അതിന്റെ സൈസ് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാറുണ്ട്. അപ്പൊ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിനെ മെഷർ ചെയ്യുന്നത്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ സൈസാണ്. സാധാരണ ഇത് മെഷർ ചെയ്യുന്നത് ഡയഗണൽ ആയിട്ടാണ്. നമ്മൾ 21 ഇഞ്ച്, 32 ഇഞ്ച്, 48 ഇഞ്ച്, 52 ഇഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് അതിന്റെ സൈസാണ്. രണ്ടാമത്തത് റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ, നമ്പർ ഓഫ് പിക്സൽസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെന്റുകൾ, അവിടെ അതാണ് നമ്മുടെ പിക്ചറുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന പോയിന്റുകൾ, പിക്സൽ എന്ന് പറയും. അപ്പോൾ അതിന്റെ റെസൊല്യൂഷൻ, നമ്പർ ഓഫ് പിക്സൽസ് ഹൊറിസോണ്ടലി ആൻഡ് നമ്പർ ഓഫ് പിക്സൽസ് വെർട്ടിക്കലി. 1024 അല്ലെങ്കിൽ 1024 868 അങ്ങനെയുള്ള മെഷർമെന്റുകൾ റെസൊല്യൂഷൻ എന്ന് പറയും. മൂന്നാമതായിട്ട് പിക്സൽ പിച്ച് എന്ന് പറയും. പിക്സൽ പിച്ച് പിക്സലിന്റെ അറേഞ്ച്മെന്റ് ആണ്, സ്പേസിങ്ങിനെയാണ് നമ്മൾ പിക്സൽ പിച്ച് എന്ന് പറയുന്നത്. ദ മോർ തിക്ലി ഇറ്റ് ഇസ് പാക്ഡ് ദെൻ ബെറ്റർ ദ ക്വാളിറ്റി വിൽ ബി, അല്ലേ? ഇനി അടുത്തത് റെസ്പോൺസ് ടൈം ആണ്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറുകൾ മാറി മാറി വരുന്നതിന് എടുക്കുന്ന സമയമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മാറുമെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. അപ്പം ഈ ഡാർക്ക്നെസ്സിൽ നിന്നും ബ്രൈറ്റ്നെസ്സിലേക്കും, ബ്രൈറ്റ്നെസ്സിൽ നിന്നും ഡാർക്ക്നെസ്സിലേക്കും സ്വിച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 അടുത്ത് നമുക്ക് ഈ കാഥോഡ് റേ ട്യൂബിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കാണാം. കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് വിൽ കണ്ടെയ്ൻ എ ഇലക്ട്രോൺ ഗൺ വിച്ച് എമിറ്റ്സ് ഇലക്ട്രോൺസ് വിച്ച് ഇസ് ഹിറ്റ് ഓൺ എ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻ. അപ്പോൾ ആ ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനിൽ ഈ ഇലക്ട്രോൺ ബീംസ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് അത് ഗ്ലോ ചെയ്യുകയും അങ്ങനെ പിക്ചറുകൾ ഇമേജുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് CRT സ്ക്രീനിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. പിന്നെ CRT സ്ക്രീനിന്റെ
ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇത് ബൾക്കിയാണ്, വളരെ വലുതാണ്. അതുപോലെ തന്നെ കൺസ്യൂംസ് മോർ പവർ കൺസംഷൻ വളരെ കൂടുതലാണ്. ആൻഡ് ഓൾസോ ഇറ്റ് എമിറ്റ്സ് ഹീറ്റ്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടാകുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജുകളായിട്ട് നമ്മൾ പറയുന്നത്. ഈ CRT മോണിറ്ററുകൾ 3 തരത്തിലുണ്ട്. ഒന്ന് മോണോക്രോം മോണിറ്റർ എന്ന് പറയാം, അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ, അതൊന്നും ഇപ്പോൾ ഇല്ല. പിന്നെ ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും വേരിയേഷൻസ് വരുന്ന ഗ്രേ സ്കെയിൽ മോണിറ്ററുകൾ, അങ്ങനെയുള്ള ഒരു രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട്. പിന്നെ കളർ മോണിറ്ററുകൾ. ഇങ്ങനെ 3 തരത്തിലാണ് CRT മോണിറ്ററുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വളരെ ബ്രീഫായിട്ട് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആണ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിന് കുറേയധികം അഡ്വാൻറ്റേജുകളുണ്ട്. എന്തൊക്കെയാണ് ഈ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ തിന്നാണ്, അതുപോലെ തന്നെ വെയിറ്റ് വളരെ കുറവാണ്, ലൈറ്റർ ഇൻ വെയിറ്റ് ആണ്, കൺസ്യൂംസ് ലെസ് പവർ കൺസംഷൻ വളരെ കുറവ് മതി, ആൻഡ് ഇറ്റ് എമിറ്റ്സ് ലെസ് ഹീറ്റ് ജനറേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. ഇതിൽ 4 തരത്തിലുള്ള മോണിറ്ററുകളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ്, LCD മോണിറ്ററുകൾ, LCD ഡിസ്പ്ലേസ്. LCD ഡിസ്പ്ലേസിന്റെ പ്രത്യേകത 2 പ്ലേറ്റുകൾക്കിടയിൽ ലിക്വിഡ് ക്രിസ്റ്റലുകളായിരിക്കും ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് എക്സൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പിക്ചർ ഫോർമേഷൻ ഒക്കെ. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ലൈറ്റ് സോഴ്സും ഉണ്ടാവും. ഇനി രണ്ടാമത്തത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും, LED മോണിറ്ററുകൾ. LED മോണിറ്ററുകൾക്ക് ഈ ലിക്വിഡ് ക്രിസ്റ്റൽസിന് പകരം LED-കളായിരിക്കും ഉണ്ടാവും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി, കളർ ക്വാളിറ്റി നല്ലതായിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവും. യു ഓൾസോ ഹാവ് വൈഡർ വ്യൂയിങ് ആംഗിൾ. നമ്മൾ സൈഡിൽ നിന്നൊക്കെ വ്യൂ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. റിഫ്രഷ് റേറ്റ്സ് ഫാസ്റ്റർ ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജുകളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതാണ് പ്ലാസ്മ മോണിറ്ററുകൾ. ഈ പ്ലാസ്മ മോണിറ്ററിന്റെ പ്രത്യേകത, ഇവിടെ നിയോൺ അല്ലെങ്കിൽ സിയോൺ ഗ്യാസ് ആണ് ഇടയ്ക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. നേരത്തെ നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റലിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ LED-ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിയോൺ ആൻഡ് സിയോൺ ഗ്യാസ് ആണ്. ആൻഡ് ഇത് എക്സൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ പിക്ചർ എലമെന്റ്സ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ പിക്ചറുകൾ ഫോം ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഹൈ റെസൊല്യൂഷൻ ബട്ട് ആർ എക്സ്പെൻസീവ്. റെസൊല്യൂഷൻ നല്ലതാണ്, പക്ഷെ എക്സ്പെൻസീവ് ആണ്. ഇനി വേറൊരു വേരിയന്റ് ആണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്, OLED എന്ന് പറയും. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ ഈ O എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക്, വിച്ച് മീൻസ് ദർ ഇസ് എ പ്രസൻസ് ഓഫ് കാർബൺ. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേട്ടിട്ടില്ലേ, അപ്പോൾ അത് കാർബണിന്റെ പഠനത്തെ കുറിച്ചുള്ളതാണ്. അതുപോലെ O എന്ന് പറയുന്നത്, ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഡസ് O മീൻ ഇൻ OLED. OLED O എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് വളരെ പവർ കൺസംഷൻ വളരെ കുറവാണ്, അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സ്പെൻസീവ് എന്നുള്ളത് ഡിസഡ്വാൻറ്റേജ് ആണ്. പവർ കൺസംഷൻ കുറവാണ് എന്നുള്ളത് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടിട്ട് LCD പ്രൊജക്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്, നമ്മുടെ സ്കൂളിൽ ക്ലാസ് റൂമുകളിലൊക്കെ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു LCD പ്രൊജക്ടർ. നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററിലെ വിഷ്വൽസ് എല്ലാം ഒരു ഫ്ലാറ്റ് സ്ക്രീനിലേക്ക്, ഒരു വലിയ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസ്പ്ലേകളാണ് LCD പ്രൊജക്ടറുകൾ. ഈ LCD പ്രൊജക്ടറിൽ ഒരു ലൈറ്റ് ആൻഡ് ലെൻസ് മെക്കാനിസം ഉപയോഗിച്ചാണ് ഈ ഇമേജുകളെ വലുതാക്കി കാണിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രിന്ററുകളെ കുറിച്ചാണ്. നമുക്ക് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രിന്ററുകളാണ്. പ്രിന്ററുകളെ നമുക്ക് ബ്രോഡായിട്ട് 2 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇമ്പാക്ട് പ്രിന്ററുകൾ എന്ന് പറയും, 2 നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയും. ഈ ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിന്റിംഗ് മെക്കാനിസം ഇറ്റ് വിൽ ഹിറ്റ് അഗെയിൻസ്റ്റ് എ പേപ്പർ. ദർ ഇസ് എ ക്ലോസ് കോൺടാക്ട് ബിറ്റ്വീൻ ദ പേപ്പർ ആൻഡ് പ്രിന്റിംഗ് ഹെഡ്. അതുകൊണ്ടാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും ടച്ച് ചെയ്യുന്നുണ്ട്. നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണെങ്കിൽ പ്രിന്റിംഗ് മെക്കാനിസം അല്ലെങ്കിൽ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ കോൺടാക്ട് ഉണ്ടാവില്ല, ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവില്ല. അതാണ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് പറയുന്നത്. ഇപ്പൊ ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് പറയും. നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ ഇൻഡിജറ്റ് പ്രിന്ററുകളുണ്ട്, ലേസർ പ്രിന്ററുകളുണ്ട്, തെർമൽ പ്രിന്ററുകളുണ്ട്. അപ്പോൾ ഈ 4 പ്രിന്ററുകളെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ പ്രിന്റ് ഹെഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് പിൻസ്. കുറെ പിന്നുകൾ, അതായത് 9 പിന്നുകളുണ്ടാവും, 24 പിന്നുകളുണ്ടാവും ഫോർ ബെറ്റർ ക്വാളിറ്റി. അപ്പോൾ ആ പിന്നുകൾ ഇത് ഹിറ്റ് അഗെയിൻസ്റ്റ് കാർബൺ റിബൺ ടു പ്രൊഡ്യൂസ് ഇമേജ് ഓൺ ദ പേപ്പർ. ഈ കാർബൺ റിബണിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അത് പേപ്പറിൽ ഡോട്ടുകൾ ഫോം ചെയ്യും. അതിലൂടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് ഫോം ചെയ്യുന്നതാണ് ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ നോയ്സി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് അത്ര സ്പീഡൊന്നുമില്ല. ഇറ്റ്സ് എ സ്ലോ പ്രിന്റർ. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് വളരെ കുറവാണ്. ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിലും കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ്, കോസ്റ്റ് പെർ പേജ് വിൽ ബി ലെസ് കമ്പയർഡ് ടു അതർ പ്രിന്റേഴ്സ്. പിന്നെ അത് മാത്രമല്ല, യു ക്യാൻ ഓൾസോ ടേക്ക് കാർബൺ കോപ്പീസ്. ഇപ്പോൾ 2-3 പേപ്പറുകളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇമ്പാക്ട് ഉള്ളത് കൊണ്ട് കാർബൺ കോപ്പീസ് ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ പ്രിന്റർ എന്ന് പറയുന്നത് ഇങ്ക്ജെറ്റ് പ്രിന്ററാണ്. ഇപ്പോൾ ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ ഈ കാട്രിഡ്ജിൽ ഇങ്ക് ഫില്ല് ചെയ്തിരിക്കുന്ന കാട്രിഡ്ജുകളാണ്. ആ കാട്രിഡ്ജുകളുടെ ടൈനി നോസിൽസിൽ കൂടെ, വളരെ ചെറിയ സുഷിരങ്ങളിൽ കൂടെ ഇങ്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പേപ്പറിലേക്ക് ഇങ്ക് സ്പ്രേ ചെയ്യുന്നു. അങ്ങനെയാണ് ഇമേജുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ക് കാട്രിഡ്ജിൽ മിനിമം 3 കളേഴ്സ് ഉണ്ടാവും. സാധാരണ ഉള്ള കളേഴ്സ് എന്ന് പറയുന്നത് CMY, അതായത് സിയാൻ, മെജന്ത, യെല്ലോ കളറുകളായിരിക്കും ഫില്ല് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതൊരു കാട്രിഡ്ജ് കൂടെ ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. അതുപോലെ തന്നെ പക്ഷേ കോസ്റ്റ് ഓഫ് പ്രിന്റിങ് കൂടുതലായിരിക്കും. പ്രിന്ററിന്റെ കോസ്റ്റ് കുറവാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് കൂടുതലാണ് എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയാറുണ്ട്. ഇനി മൂന്നാമത്തെ പ്രിന്ററുകളാണ് ലേസർ പ്രിന്ററുകൾ എന്ന് പറയും. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, കൊമേഴ്ഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു പ്രിന്റ് ഓഫീസുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലേസർ പ്രിന്ററുകളാണ്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഓഫീസുകളിലൊക്കെ ഒരുപാട് പ്രിന്റുകളൊക്കെ എടുക്കാറുണ്ടെങ്കിൽ ലേസർ പ്രിന്ററുകൾ ഉപയോഗിക്കും. ഈ ലേസർ പ്രിന്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ലേസർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുക. കാട്രിഡ്ജ്, അതിനകത്തുള്ള അതിന്റെ കാട്രിഡ്ജ് എന്ന് പറയുന്നത് ടോണർ എന്നാ പറയാ, ടോണർ കാട്രിഡ്ജ് എന്നാ പറയാ. അപ്പൊ അതിൽ ഒരു ഡ്രം ഉണ്ട്. ആ ഡ്രം ഒരു ഫോട്ടോ സെൻസിറ്റീവ് ഡ്രം ആണ്. ആൻഡ് ലേസർ ബീംസ് ആർ അപ്ലൈഡ് ഓൺ ദിസ് ഡ്രം. ആൻഡ് വേറെവർ ദിസ് ലേസർ ബീംസ് ആർ അപ്ലൈഡ്, അത് ഇമേജ് ഫോം ചെയ്യേണ്ട രീതിയിലാണ് ലേസർ ബീംസ് അപ്ലൈ ചെയ്യുന്നത്. ആ ലേസർ ബീംസ് അപ്ലൈ ചെയ്ത ഏരിയാസ് എല്ലാം പോസിറ്റീവ്ലി ചാർജ് ആവും. അപ്പൊ അതിനകത്തുള്ള ഒരു കറുത്ത പൊടിയുണ്ട്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിംഗിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ടോണർ പൗഡർ ഉണ്ടാവും. അത് ഗെറ്റ് സ്റ്റിക്ഡ് ഓൺ ടു ദിസ് ഡ്രം. അത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇത് അട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്തുകൊണ്ട് പേപ്പറിലേക്ക് ഇമേജുകൾ ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ദിസ് പ്രിന്റർ ഈസ് ക്വൈറ്റ് ഫാസ്റ്റ്. അതുപോലെ തന്നെ ഇതിന് നോയ്സ് ഒന്നുമില്ല. ഇതിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് PPM, പേജസ് പെർ മിനിറ്റിലാണ് സാധാരണ സ്പീഡ് മെഷർ ചെയ്യുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് ക്യാരക്ടർ പെർ സെക്കൻഡിലായിരിക്കും. ഇനി നാലാമത്തെ പ്രിന്ററാണ് തെർമൽ പ്രിന്റർ എന്ന് പറയും. ഈ തെർമൽ പ്രിന്ററുകൾ ഒരു സ്പെഷ്യൽ തെർമൽ പേപ്പറുകളാണ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ ആർ യൂസ്ഡ് ഫോർ പ്രിന്റിംഗ്. അപ്പോൾ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ്. അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ ആൻഡ് ഇറ്റ് ഈസ് സോ യൂസ്ഡ് ആസ് എ പോർട്ടബിൾ പ്രിന്റേഴ്സ്. പോർട്ടബിൾ പ്രിന്ററുകളായിട്ട് യു ക്യാൻ ക്യാരി ഇറ്റ് അലോങ് വിത്ത് യു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ KSRTCയിലും അല്ലെങ്കിൽ മറ്റ് ബസ്സുകളിലും ഒക്കെ ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ റേഷൻ ഷോപ്പിൽ പോസ്റ്റ് മെഷീനിൽ ബില്ല് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രിന്ററുകൾ. ഇങ്ങനെയുള്ള പ്രിന്ററുകളാണ് തെർമൽ പ്രിന്ററുകൾ എന്ന് പറയുന്നത്. അത് ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് പിൻസ് ആണ്, ബട്ട് ഇറ്റ് ഡസന്റ് ഹിറ്റ് അഗെയിൻസ്റ്റ് ദ പേപ്പർ. അപ്പോൾ ആ ഹീറ്റ് അപ്ലൈ ചെയ്യപ്പെടുമ്പോഴത്തേന് ഈ പേപ്പറിന്റെ വാക്സ് കോട്ടിംഗ് ആണ്, അത് മാറിയിട്ട് അത് അവിടെ ഒരു ഇമേജ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് തെർമൽ പ്രിന്റർ. നമുക്ക് ഈ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പ്രിന്ററുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്പാരിസൺ ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടേബിളിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി ഏത് പ്രിന്ററിനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രിന്ററിനെ കുറിച്ചാണ് എഴുതേണ്ടതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലുള്ള കാര്യങ്ങൾ എഴുതുക. ഇനി 2 പ്രിന്ററുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ 2 കറസ്പോണ്ടിങ് കോളങ്ങൾ നമ്മൾ കമ്പയർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കമ്പാരിസണിന് വേണ്ടിയിട്ട് 6 ഫീച്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രിന്റിംഗ് മെറ്റീരിയൽ ആണ്. പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ യൂസ്ഡ്. അതിൽ ലേസർ പ്രിന്ററിലാണെങ്കിൽ ഇങ്ക് പൗഡർ ആയിരിക്കും, ഇങ്ക്ജെറ്റ് പ്രിന്ററിലാണെങ്കിൽ ലിക്വിഡ് ഇങ്ക് ആയിരിക്കും, തെർമൽ പ്രിന്റർ ആണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ ഒരു റിബൺ ആണ്, ഇങ്ക് സോക്ഡ് റിബൺ ആണ്. അല്ലെ, എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, പ്രിന്റിംഗ് മെക്കാനിസം എന്താണ്, അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതിന്റെ ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ ലേസർ പ്രിന്റർ ആണെങ്കിൽ ഇറ്റ് ഫ്യൂസസ് എ പൗഡർ ഓൺ ദ പേപ്പർ ത്രൂ ഹീറ്റിംഗ്. ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണെങ്കിൽ സ്പ്രേസ് ലിക്വിഡ് ഇങ്ക് സ്പ്രേ ചെയ്യുകയാണ് പേപ്പറിലേക്ക് ത്രൂ മൈക്രോസ്കോപ്പിക് നോസിൽസ്. ഇനി തെർമൽ പ്രിന്റർ ആണെങ്കിലോ തെർമൽ പേപ്പർ ഈസ് പാസ്ഡ് ഓവർ ദ തെർമൽ പ്രിന്റ് ഹെഡ്. തെർമൽ പ്രിന്റ് ഹെഡിലൂടെ പേപ്പർ പാസ് ചെയ്യുന്നു. തെർമൽ പേപ്പർ ആണ്, അതൊരു സ്പെഷ്യൽ പേപ്പർ ആണ്. ഇനി ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ കേസ് ആണെങ്കിലോ പിൻസ് ആർ പുഷ്ഡ് അഗെയിൻസ്റ്റ് റിബൺ ഓൺ ദ പേപ്പർ.
ഇനി പ്രിന്റിംഗ് സ്പീഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ഏതാണ്, ഏറ്റവും സ്ലോ ഏതാണെന്ന് മനസ്സിലാക്കാം. ലേസർ പ്രിന്ററിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 പേജസ് പെർ മിനിറ്റ് ആണ്. 20 പേജുകളൊക്കെ ഒരു മിനിറ്റിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണെങ്കിൽ 6 പേജസ് പെർ മിനിറ്റ് ആണ്. തെർമൽ പ്രിന്ററുകൾ 150 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് വളരെ ക്വാളിറ്റിയുള്ള ഡോട്ട് മെട്രിക്സ് പ്രിന്റ് ആണെങ്കിൽ 30 to 350 ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ് പ്രിന്റ് ചെയ്യാറുണ്ട്. ഇവിടെ സെക്കൻഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. സെക്കൻഡിൽ അത്രയും ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനി അടുത്ത ക്വാളിറ്റി. ക്വാളിറ്റി ഓഫ് ദ പ്രിന്റർ, ലേസർ പ്രിന്ററിനായിരിക്കും ഏറ്റവും നല്ല ക്വാളിറ്റി പ്രിന്റിംഗ് നമുക്ക് കിട്ടുന്നത്. പ്രിന്റിംഗ് ക്വാളിറ്റി ഈസ് ഗുഡ്, ബെസ്റ്റ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുപോലെ പ്രിന്റിംഗ് ക്വാളിറ്റി ഈസ് ഗുഡ് ഫോർ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ്, എസ്പെഷ്യലി ഫോർ സ്മോളർ ഫോൺസ്. ചെറിയ ഫോണ്ടുകളൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രിന്റുകൾ കിട്ടും. തെർമൽ പ്രിന്ററുകൾ വളരെ പുവർ ക്വാളിറ്റിയാണ്. അത് മാത്രമല്ല നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതിനകത്ത് കംപ്ലീറ്റ് ഡാറ്റ ഫെയ്ഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് ആണെങ്കിൽ പ്രിന്റിംഗ് ക്വാളിറ്റി കുറവാണ്. ബട്ട് ഫോർ ടെക്സ്റ്റ് പ്രിന്റിംഗ് ഇറ്റ് ഇസ് ക്വൈറ്റ് ഗുഡ്. ടെക്സ്റ്റ് പ്രിന്റിംഗ് ആണെങ്കിൽ ഒരുവിധം ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ലേസർ പ്രിന്ററിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? വളരെ ക്വയറ്റ് ആണ്. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നും ഉണ്ടാവില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് ക്വാളിറ്റി ഈസ് ഓൾസോ വെരി ഹൈ. ലേസർ പ്രിന്റർ ആണെങ്കിൽ ക്വയറ്റ് ആണ്, ഹൈ പ്രിന്റ് ക്വാളിറ്റി, നോ വാം അപ്പ് ടൈം, ഡിവൈസ് കോസ്റ്റ് ഈസ് ലെസ്. ഡിവൈസ് കോസ്റ്റ് കുറവാണ്, വാം അപ്പ് ടൈം ഒന്നും ആവശ്യമില്ല. ലേസർ പ്രിന്റർ ആണെങ്കിൽ കുറച്ച് ടൈം ഇങ്ങനെ വാം അപ്പ് ടൈം ആയിട്ട് വേണ്ടി വരും. ഇനി തെർമൽ പ്രിന്റർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ക്വയറ്റ് ആണ്, ഫാസ്റ്റ് ആണ്, സ്മോളർ ആൻഡ് ലൈറ്റർ ആണ്, കൺസ്യൂം ലെസ് പവർ ആണ്, അതുപോലെ തന്നെ പോർട്ടബിളും ആണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് വളരെ ചീപ്പാണ്, ചീപ്പ് ടു പ്രിന്റ് ആസ് എ റിബൺ ഈസ് ചീപ്പ്. അതിന്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് വളരെ കുറവാണ്. കാർബൺ കോപ്പി പോസിബിൾ ആണ്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജുകൾ എന്നും കൂടെ നോക്കാം. ലേസർ പ്രിന്ററിന്റെ ഡിസഡ്വാൻറ്റേജ് മോർ സസെപ്റ്റബിൾ ടു പേപ്പർ ജാംസ്. പേപ്പർ ഇടയ്ക്ക് കുടുങ്ങാനുള്ള സാധ്യതകളൊക്കെ കൂടുതലുണ്ട്. ടോണർ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഡിവൈസിനും നല്ല കോസ്റ്റ് ഉണ്ട്, ഡിവൈസും നല്ല കോസ്റ്റ്ലി ആണ്. ഇനി ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ആണെങ്കിൽ ഇങ്ക് ഈസ് എക്സ്പെൻസീവ്. കാട്രിഡ്ജിന് അത്യാവശ്യം നമ്മൾ എക്സ്പെൻസീവ് ആണ്. അതുപോലെ ഇങ്ക് ഈസ് നോട്ട് വാട്ടർ പ്രൂഫ് ആൻഡ് നോസിൽ ഈസ് പ്രോൺ ടു ക്ലോഗിങ്. അടുത്തത് തെർമൽ പ്രിന്റേഴ്സ് ആണ്. റിക്വയർ സ്പെഷ്യൽ തെർമൽ ക്വാളിറ്റി പേപ്പർ, അതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അതിന്റെ പ്രിന്റിംഗ് ക്വാളിറ്റി ഓൾസോ വളരെ കുറവാണ്. ഇനി ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണെങ്കിൽ പ്രിന്റർ വാങ്ങിക്കാനുള്ള ഇനീഷ്യൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അത് എക്സ്പെൻസീവ് ആണ്. മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ പ്രിന്റിംഗ് ഈസ് നോട്ട്, അതിന്റെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത് പ്രിന്റിംഗ് ഈസ് നോട്ട് ഫാസ്റ്റ് ആൻഡ് ഇറ്റ്സ് വെരി സ്ലോ ആൻഡ് ഇറ്റ് വിൽ മേക്ക് ഓൾസോ നോയ്സ്. പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പ്രിന്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് പ്രിന്ററിനെ കുറിച്ച് എഴുതാൻ പറ്റും. ഇനിയും ഉണ്ട് 2 ഡിവൈസുകൾ. ഒന്ന് പ്ലോട്ടർ എന്ന് പറയും. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ പരസ്യ ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ പരസ്യ ബോർഡുകളൊക്കെ പ്രിന്റ് ചെയ്യുന്ന ഫ്ലെക്സ് പ്രിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടേഴ്സ് എന്നാണ് അതിന് പറയുക. അത് 2 തരത്തിലുള്ള പ്ലോട്ടറുകളുണ്ട്. ഒന്ന് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയും, ഒന്ന് ഡ്രം പ്ലോട്ടർ എന്ന് പറയും. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ആണെങ്കിൽ അത് സ്റ്റേഷനറി ആണ്. പേപ്പർ നമ്മൾ സ്റ്റേഷനറി ആയിട്ടാണ് വെക്കുക. അതിന്റെ പ്രിന്റിംഗ് മെക്കാനിസം അല്ലെങ്കിൽ പ്രിന്റിംഗ് ഹെഡിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെയാണ് ഇത് പ്രിന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഡ്രം പ്ലോട്ടറുകളാണെങ്കിൽ പ്രിന്റ് ഹെഡ് വിൽ മൂവ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. പേപ്പർ ആ റോളറിൽ കൂടി അല്ലെങ്കിൽ ഡ്രമ്മിൽ കൂടി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വെർട്ടിക്കൽ പ്രിന്റിങ് പോസിബിൾ ആവുന്നത്. അതാണ് ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള സ്പീക്കറുകളാണ്. അത് സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കമ്പ്യൂട്ടർ അതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡിജിറ്റൈസ് ചെയ്ത സൗണ്ടുകൾ അത് മനുഷ്യർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് സ്പീക്കറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ സ്പീക്കറിലൂടെ ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്പീക്കർ എന്ന് പറയുന്ന ഡിവൈസ്. ഇത്രയും ഔട്ട്പുട്ട് ഡിവൈസുകളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു ഒന്നുകൂടെ ഓർത്ത് നോക്കാം. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ, വിഷ്വൽ ഡിസ്പ്ലേ സ്ക്രീൻസ് ഉണ്ട്. അതിൽ കാഥോഡ് റേ ട്യൂബും അതുപോലെ ബാക്ക് പാനൽ ഡിസ്പ്ലേസ് ഒക്കെ വരുന്നുണ്ട്.
പിന്നെ പ്രിന്ററുകൾ, 4 തരത്തിലുള്ള പ്രിന്ററുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററുമാണ്. അതിൽ ഇമ്പാക്ട് പ്രിന്ററിൽ ഡോട്ട് മാട്രിക്സ് ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിൽ ബാക്കിയുള്ള 3 എണ്ണം വരും, ഇങ്ക്ജെറ്റ്, ലേസർ ആൻഡ് തെർമൽ പ്രിന്ററുകൾ. ഇതുപോലെ 3D ഓബ്ജക്റ്റുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3D പ്രിന്ററുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് 3D ഓബ്ജക്റ്റുകൾ വേണമെങ്കിൽ അതേപടി പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ 3D പ്രിന്ററുകൾ എന്നാണ് അതിന് പറയുക. പിന്നെ നമ്മൾ പ്ലോട്ടറുകളെ കുറിച്ച് പറഞ്ഞു. പ്ലോട്ടർ വലിയ ഹോർഡിങ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഡ്രം പ്ലോട്ടറും ഉണ്ട്. പിന്നെ സൗണ്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കറുകൾ. ഇത്രയും ഔട്ട്പുട്ട് ഡിവൈസുകളെ പറ്റി ഓർത്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.